ഹൃദയം മാറ്റി വെക്കാൻ വേറെ പോവഴിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹായം പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. പെട്ടെന്നൊക്കെ മാറി സുഖം പ്രാപിക്കാൻ. അച്ഛനെ സഹായിക്കണം. എൻ്റെ മോനെ എല്ലാവരും സഹായിക്കണം. അച്ഛനെ എല്ലാവരും കഴിക്കണം. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെട്രോ ആശുപത്രിയിൽ വളരെ അടിയന്തരമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ കന്മനം വളവന്നൂർ പഞ്ചായത്തിൽ 8ാം വാർഡിൽ ബജീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നിങ്ങളുടെ കരുണ തേടിയാണ് ഇവിടെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായി. ഇപ്പോഴാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത് ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളൂ എന്ന്. എത്രയും പെട്ടെന്ന് ഹൃദയം മാറ്റിവെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റൽ നൽകിയിട്ട്. 20 ലക്ഷം രൂപ വെറും സർജറിക്ക് മാത്രമാണ്. അതിന് പുറമെ തുടർ ചികിത്സയും കാര്യങ്ങളൊക്കെയായി ഏകദേശം 40 ലക്ഷം രൂപയോളം ചെലവ് വരും. ഒരു തരത്തിലും ഈ ഒരു ചെലവ് ഇവർക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ മാറ്റി ഈ പിഞ്ചു മക്കൾക്ക് പിതാവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി, ഈ അമ്മക്ക് മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കരുണ തേടി ഈ ഒരു വീഡിയോ മാറ്റി പ്രിയപ്പെട്ടവരെ വന്നിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഈ പിഞ്ചു മക്കളും പ്രായമായ അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായ ബജീഷ് എന്ന പ്രിയ സഹോദരന്റെ ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ പമ്പിംഗ് വളരെ കുറവാണെന്നും ഏത് സമയവും സർജറിക്ക് തയ്യാറായി നിൽക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ സർജറി മുടങ്ങരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ്. അതേപോലെ ഈ വീഡിയോ മാക്സിമം പറ്റാവുന്ന രീതിയിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അത്രയും ദയനീയതയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് ഹൃദയം മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ ഇവ ജീവൻ തന്നെ നിലച്ചു പോകുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ പിഞ്ചുമക്കളെ അനാഥരാക്കല്ലേ, ഈ അമ്മക്ക് മകനെ നഷ്ടപ്പെടുത്തരുത്, ഈ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ബജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിത തിരിച്ചുവരവിന് വേണ്ടി ഒരു നാട് മുഴുവൻ ഒരുമിച്ചിരിക്കുകയാണ്. ജാതിമത ഭേദം എന്നീ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഈ ഒരു സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് നാട്ടിലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിറസാന്നിധ്യമായ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട മാനൂക്ക നിങ്ങളോട് ഈ ചികിത്സയെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ബജീഷിൻ്റെ വയസ്സായ അമ്മ, 2 കുഞ്ഞു മക്കൾ, ആ മക്കൾക്ക് നമുക്ക്, ആ പൊന്നമ്മച്ചിക്ക് നമുക്ക് ബജീഷിനെ തിരിച്ചു കൊടുക്കണം. വലിയൊരു സംഖ്യയാണ് ആവശ്യം, 40 ലക്ഷം രൂപയോളം. നല്ലവരായ നാട്ടുകാർ മുഴുവൻ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലും ഈ പാവപ്പെട്ട കണ്ടല്ലേ നമ്മളെ കുഞ്ഞു മക്കൾ, നമുക്കൊക്കെ മക്കളുണ്ട്. എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ ആ കുഞ്ഞു മക്കളെ ജീവിതത്തിലെ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ കഴിയും. എല്ലാവരും മാനവയ്ക്ക് അമർഷാനൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും മുഴുവൻ ആളുകളുടെയും വലിയ സഹായം ഇന്ന് അത്യാവശ്യമാണ്. വൈസ് പ്രസിഡന്റ്, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഈ 2 മക്കളെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അവരെ അച്ഛനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, എല്ലാവരും സഹായിക്കണം. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മാമസ്ക്കായും അതുപോലെ നാസർക്കയും ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രിയ സൗഹൃദങ്ങളോട് ഒരു വാക്കുകൂടി പറയുകയാണ്, ഈ പൊന്നു മക്കൾക്ക് ആ പിതാവിനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതേപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കണം. കമ്മിറ്റിയുടെ കീഴിലുള്ള അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയോട് ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സഹായം സമാഹരിച്ച് നൽകണമെന്ന് വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.